ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാം അഥവാ മക്കളുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് അഥവാ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ്. എല്ലാ മക്കളും റെഡി ആണല്ലോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. മക്കൾ റെഡി ആണല്ലോ? ഓക്കെ മക്കളെ, അതിന് മുന്നേയായിട്ട് മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. മിസ് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മക്കൾ ചെയ്യേണ്ടത് നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേര് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മാത്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും, മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുക, മലയാളം മീഡിയം കൂട്ടുകാർക്ക് കുട്ടിയുടെ പേര് എന്നുള്ള രീതിയിലായിരിക്കും വരേണ്ടായിരിക്കുക. അവിടെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് തെറ്റാതെ എഴുതുക. ദെൻ നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതുക. അതിനെപ്പോലെ തന്നെ നമ്മുടെ ഡിവിഷൻ എ ആണോ ബി ആണോ സി ആണോ നിങ്ങളുടെ ക്ലാസ് ഡിവിഷൻ എന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് മിസ് പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ മിസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1 ലെറ്റ്സ് കൗണ്ട്. പ്രവർത്തനം 1 എന്താ മക്കളെ? എണ്ണാം കണ്ടെത്താം എന്നതാണ്. ചോദ്യം നോക്കിക്കേ മക്കളെ. Look at the pattern prepared by class 3 students for the math fair. എന്താ മക്കളെ പറഞ്ഞത്? ഇവിടെ ഗണിതോത്സവത്തിനായിട്ട് നിങ്ങളെ പോലെയുള്ള 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാറ്റേൺ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് മക്കളോട് പറഞ്ഞത് ഇതാണ്, കൗണ്ട് ആൻഡ് റൈറ്റ് ദി ഷേപ്സ് ഇൻ ദി പാറ്റേൺ. ആ പാറ്റേണിലെ രൂപങ്ങൾ ഓരോന്നും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെ ഷേപ്സ് തന്നിട്ടുണ്ട്? ഈ ട്രയാങ്കിൾ ഷേപ്പിലുണ്ട്, റെക്ടാങ്കിൾ ഷേപ്പിലുണ്ട്, അതുപോലെ തന്നെ സർക്കിൾ ഷേപ്പിലുണ്ട് അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള പിക്ചറിൽ തന്നിട്ടുള്ള ഷേപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാട്ടോ. ജസ്റ്റ് നോക്കിക്കേ മക്കളെ. നമുക്ക് ആദ്യം ട്രയാങ്കിൾ കൗണ്ട് ചെയ്യാം അല്ലെ? അതായത് ത്രികോണം നമുക്ക് കൗണ്ട് ചെയ്യാം. എണ്ണിക്കേ മക്കളെ എത്രയുണ്ട്? അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. 1 2 3 4 5 6 7 8. ഇനി ഉണ്ടോ നോക്കിക്കേ മക്കളെ. 9 10 11 12 13 14. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ എത്ര കിട്ടി? 14 എന്ന് കിട്ടിയില്ലേ? 14 എന്ന് കിട്ടി. അപ്പൊ കൃത്യമായിട്ട് മക്കൾ എണ്ണി നോക്കുക. തെറ്റാതെ മക്കൾ എണ്ണ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഷേപ്പ് ഏതാ മക്കളെ? റെക്ടാങ്കിൾ അല്ലേ മക്കളെ? ചതുരമല്ലേ? നമുക്ക് എണ്ണിയാലോ? 1 2 3 4 5 6 7 8 9 10 11 12. കഴിഞ്ഞോ മക്കളെ? ഇല്ല, ഇവിടെ വലിയൊരു റെക്ടാങ്കിൾ ഉണ്ടല്ലോ. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി മക്കളെ? നമുക്ക് 13 കിട്ടില്ല, 13 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ? ലാസ്റ്റ് വൺ നമുക്ക് സർക്കിൾ നോക്കാം. മിസ്സിനോടൊപ്പം ഒന്ന് കൗണ്ട് ചെയ്തേ മക്കളെ. 1 2 3 4 5 6 7. കഴിഞ്ഞോ മക്കളെ? ഇല്ല, ഒരു വലിയ സർക്കിൾ കൂടി ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 8 സർക്കിൾസ് കിട്ടി.
ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമുകൾക്ക് നമുക്ക് ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യാം, ഓരോ ഷേപ്പും എത്രയാന്നുള്ളത് കൗണ്ട് ചെയ്യുക. ഒരു തവണ എണ്ണിയാ പോരാ, ഒരു തവണ എണ്ണി ആൻസർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എണ്ണി നോക്കാട്ടെ, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അപ്പൊ നമുക്ക് ഓരോ ഷേഡ്സും എത്ര എണ്ണം വീതമാണ് എന്നുള്ളത് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ദെൻ നോക്കിക്കേ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. Anu made a triangle using stick pieces. How many stick pieces are needed to make one triangle? എന്താ മക്കളെ ക്വസ്റ്റ്യന്? നമ്മുടെ അനു എന്ത് ചെയ്യാണ്, ഈർക്കൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ത്രികോണം ഉണ്ടാക്കി. ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര ഈർക്കൽ കഷ്ണങ്ങൾ വേണം എന്നതാ ചോദിച്ചത്. എത്ര വേണം മക്കളെ? ത്രികോണം നമുക്കറിയാം, ത്രികോണത്തിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ആണുള്ളത് അല്ലെ. ഇത് 1, ഇത് 2, ഇത് 3. അപ്പൊ നമുക്ക് എത്ര ഈർക്കിൾ വേണം? 3 ഈർക്കിളാണ് നമുക്ക് ഒരു ത്രികോണം മേക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ അല്ല മക്കളെ? ക്ലിയർ ആയിട്ടില്ലേ? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എങ്കിൽ നോക്കിക്കേ മക്കളെ, അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ നമ്പർ ഓഫ് വൈറ്റ് റെക്ടാംഗിൾസ് ഈസ് ഡാഷ് ദാൻ ദി നമ്പർ ഓഫ് ബ്ലാക്ക് റെക്ടാംഗിൾസ്. ടേക്ക് ദി കറക്റ്റ് ആൻസർ. എന്താ മക്കളെ ക്വസ്റ്റ്യന്? അവിടെ നമുക്ക് ചെറിയ സെന്റൻസ് തന്നിട്ടുണ്ട്. എന്താണ്? വെളുത്ത ചതുരങ്ങളുടെ എണ്ണം കറുത്ത ചതുരങ്ങളുടെ എണ്ണത്തെക്കാൾ എന്താണ് മക്കളെ, കൂടുതലാണോ കുറവാണോ? ഇവിടെ ശരി അടയാളത്തിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് തന്നിട്ടുള്ളത് 1 കൂടുതൽ 2 കൂടുതൽ 1 കുറവ് 2 കുറവ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നിട്ടുള്ള വൈറ്റ് റെക്ടാംഗിൾസും അതുപോലെ ബ്ലാക്ക് റെക്ടാംഗിൾസിന്റെയും നമ്പർ നമുക്ക് നോക്കാം അല്ലെ. വൈറ്റ് എത്രയാ മക്കളെ? വെള്ള എത്രയുണ്ട്? വൈറ്റ് എത്രയുണ്ട്? 1, 2 രണ്ടെണ്ണാണുള്ളത്. ബ്ലാക്ക് എത്രയുണ്ട്? 1, 2, 3 ആണുള്ളത്. അപ്പം ബ്ലാക്ക് എത്രയാണുള്ളത്? 3 ആണുള്ളത്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? വെളുത്ത ചതുരങ്ങളുടെ എണ്ണം കറുത്ത ചതുരങ്ങളുടെ എണ്ണത്തെക്കാൾ എന്താ മക്കളെ ഇവിടെ വെളുത്തത് കറുത്തതിനേക്കാൾ എണ്ണം കുറവാണ്. എത്രയാ കുറവ്? 1 ആണെന്ത് കുറവ്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? അപ്പൊ എന്ത് നമ്മൾ അവിടെ എഴുതണം? ഇവിടെ എന്ത് എഴുതണം? 1 കുറവ് എന്ന് എഴുതണം. വെളുത്ത ചതുരങ്ങളുടെ എണ്ണം കറുത്ത ചതുരങ്ങളുടെ എണ്ണത്തെക്കാൾ 1 കുറവാണ്. ഓക്കെ ആണോ മക്കളെ? ഇവിടെ നമുക്കറിയാം വൈറ്റ് റെക്ടാംഗിൾസ് 2 ആണ്, ബ്ലാക്ക് റെക്ടാംഗിൾസ് 3 ആണ്. സോ വൈറ്റ് റെക്ടാംഗിൾസ് ആർ ലെസ് ദാൻ ബ്ലാക്ക് റെക്ടാംഗിൾസ്. ഓക്കെ അല്ല മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോയാലോ. ആക്ടിവിറ്റി 2, വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട്? എന്താ മക്കളെ? വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട് എന്നതാണ് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. Look at the table showing the number of notes and the total amount brought by each class for the expense of the math fair. എന്താ മക്കളെ ക്വസ്റ്റ്യൻ? എന്താണ്? ഗണിതോത്സവത്തിന്റെ ചെലവിനായി ഓരോ ക്ലാസ്സുകാരും കൊണ്ടുവന്ന നോട്ടുകളുടെ എണ്ണവും തുകയും പട്ടികയിൽ എഴുതി നോക്കൂ. ആ പട്ടിക കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാത്സ് ഫെയറിനായിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നും കൊണ്ടുവന്ന നോട്ട്സുകളുടെ ഒക്കെ എണ്ണമാണ് നമുക്ക് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. ജസ്റ്റ് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ എത്രയാ മക്കളെ? 500 റുപ്പീസ് ആണല്ലേ. 500 രൂപയാണ്, 200 രൂപയാണ്, 100 റുപ്പീസ് 100 രൂപയാണ്, 10 റുപ്പീസ് 10 രൂപയാണ്. ഇവിടെ ടോട്ടൽ ആണ് കേട്ടോ, ടോട്ടൽ എമൗണ്ട് ആണ് കേട്ടോ, ആകെ രൂപയാണ്. ഓക്കെ മക്കളെ, അപ്പൊ 1ാം ക്ലാസ്സിൽ 500 റുപ്പീസ് യാതൊന്നും തന്നെയില്ല. ഒരു 2 200 റുപ്പീസും 100 റുപ്പീസും 3 10 റുപ്പീസും ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ എത്രയാ എമൗണ്ട് എന്നുള്ളത് എഴുതണം. എങ്ങനെയാ മക്കളെ കണ്ടുപിടിക്കുക? 2 100 രൂപ ചേർന്നാൽ 200 റുപ്പീസ് ചേർന്നാൽ എത്രയാ മക്കളെ? അവിടെ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 100 എന്ന് എഴുതുക, അതുപോലെ തന്നെ 10. 100ൽ എത്ര സീറോസ് ആണുള്ളത് മക്കളെ? 2 സീറോസ് ആണ്. 10 എന്ന് എഴുതുമ്പോൾ എത്ര സീറോ ഉണ്ട്? 1 സീറോ ആണുള്ളത്. അപ്പൊ നമ്മുടെ 5 100 രൂപ ചേർന്നാൽ എത്രയാന്ന് ചോദിക്കും. മക്കൾ എന്ത് ചെയ്യണം? 5 എഴുതുക. 100ന് എത്ര പൂജ്യങ്ങളാ മക്കളെ? 2 സീറോസ് അല്ലേ ഉള്ളത്, 2 സീറോസ് ഇടുക. അപ്പം 5 100 രൂപകൾ ചേർന്നാൽ 500 ആണ്. ഇനി നമ്മളോട് ചോദിക്കണം 5 10 രൂപകൾ ചേർന്നാൽ എത്ര എഴുതുക? അപ്പൊ 5 എഴുതുക. 10ന് എത്ര സീറോ ആണുള്ളത്? 1 സീറോ എഴുതുക. അപ്പം 1 സീറോ ഇട്ട് കൊടുക്കുക നമ്മള്. അപ്പൊ എത്രയാണ്? 50 ആണ് അല്ലെ. അപ്പൊ 5 10കൾ ചേർന്നാൽ 50. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മക്കൾ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 2 100 രൂപ ചേർന്നാൽ എത്രയാ മക്കളെ? 2 എഴുതുക. സോറി, 2 200 രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2 200 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. 2 200 രൂപ ചേർന്നാൽ എത്രയാ മക്കളെ?
രണ്ട് 200 രൂപ ചേർന്നാല് 200 പ്ലസ് 200 എത്ര വരുമോ? 400 എന്ന് കിട്ടൂ അല്ലെ, 400 അപ്പൊ അത് ഓർത്തിരിക്കണേ മക്കളെ, മാറിപ്പോയത്. 200 രൂപയുടെ നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 400 പ്ലസ് എത്ര 100 രൂപയാ മക്കളെ? ഒരു 100 രൂപയാണ്. അപ്പൊ 1 എഴുതുക, 2 0 ഇട്ട് കൊടുക്കുക. ഇനി എത്ര 10 രൂപയാണ്? 3 10 രൂപയാണ്. അപ്പൊ 3 എഴുതുക, 10ന്റെ ഒരു 0 ഇട്ട് കൊടുക്കുക. ടോട്ടൽ എന്ന് കണ്ടേ മക്കളെ, 0 plus 0 plus 0 0, 0 plus 0 plus 3 3, 4 plus 1 5. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 530, 530 എന്ന് കിട്ടി. ഇനി നോക്കിക്കാം മക്കളെ, നമുക്ക് രണ്ടാം ക്ലാസ്സിലോട്ട് 500 എത്ര റുപ്പീസ് ആണ്? ഒന്നാണുള്ളത് അല്ലെ, 500ന്റെ ഒരു നോട്ടാണുള്ളത്. അപ്പൊ എത്രയാ മക്കളെ? എത്ര നമുക്ക് കിട്ടുക? നമുക്ക് 500 എന്ന് കിട്ടൂ അല്ലെ. പ്ലസ് 200 ഇല്ല, അതുപോലെ തന്നെ ബാക്കിയൊന്നും നമുക്ക് തന്നിട്ടില്ല. ടോട്ടൽ തന്നിട്ടുണ്ട്. എത്രയാ മക്കളെ? 850 ആണ് എന്ന് ടോട്ടൽ തന്നിട്ടുണ്ടല്ലേ. ടോട്ടൽ 850 ആണ്. അതിൽ ഒന്നാം ക്ലാസ്സിൽ നിന്നാണെങ്കിൽ 500 രൂപയാണ് കിട്ടിയത്. ഓക്കെ, ബാക്കി മക്കള് എന്ത് ചെയ്യണം? 100 രൂപയുടെയും 10 രൂപയുടെ നോട്ടുകൾ എത്ര എണ്ണം വീതമാണ് രണ്ടാം ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ളത് എന്ന് കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യാ? ടോട്ടൽ കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമുക്ക് 500 രൂപ അല്ലെ, അതായത് 500 മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ 0, 5 കുറയ്ക്കണം, 0 എത്രയാ മക്കളെ? 5 ആണ്. 8ൽ നിന്ന് 5 കുറച്ച് എത്രയാണ്? 350 ആണ് കിട്ടുക അല്ലെ, 350 കിട്ടും. അപ്പൊ നമുക്ക് 100 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകൾ എടുത്താൽ നമുക്ക് എത്ര കിട്ടണം മക്കളെ? 350 കിട്ടണം. 350 ആണെങ്കിൽ നമുക്ക് എത്ര 100ന്റെ നോട്ടുകൾ എടുക്കാം മക്കളെ? 3 100ന്റെ നോട്ടുകൾ എടുത്താൽ നമുക്കറിയാം 300 ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 5 10 രൂപ എടുത്താൽ മക്കളെ എത്രയാണ്? 50. അപ്പൊ 300ഉം 50ഉം ചേർത്താൽ എത്രയാ മക്കളെ? 380. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടില്ലേ? ടോട്ടൽ 850 എന്ന് കിട്ടില്ലേ? ഓക്കെ, അപ്പൊ കുറച്ച് മക്കള് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നന്നായിട്ട് മക്കള് പഠിച്ചെങ്കിൽ മാത്രമേ മക്കൾക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് 3ാം ക്ലാസ് ആണ് അല്ലെ. 3ാം ക്ലാസ്സിൽ 500 രൂപയുണ്ടോ മക്കളെ? എത്ര 500 റുപ്പീസ് ഉണ്ട്? ഒരു 500 ആണ്. അപ്പൊ നമുക്കറിയാം 500 പ്ലസ് 200ന്റെ എത്ര നോട്ടാണ്? ഒരു നോട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200 എന്ന് കിട്ടും. ഇനി 100ന്റെതില്ല. 10ന്റെ എത്ര നോട്ടാ മക്കളെ? 21 നോട്ടാണ് പറഞ്ഞത് അല്ലെ. 21 10 ചേർന്നാൽ എത്രയാണ്? 21 എഴുതുക, 10ന്റെ ഒരു 0 ചേർത്ത് കൊടുക്കുക. ടോട്ടൽ കണ്ടേ മക്കളെ? 0 plus 0 plus 0 0, 0 plus 0 plus 1 1, 5 plus 2 എത്രയാ? 7 ആണ്. 7 plus 2 എത്രയാ? 9 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 910 എന്ന് കിട്ടി. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടില്ല? അപ്പൊ കുറച്ചധികം മക്കൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, അത് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ് 4 സ്റ്റുഡൻസ് ബ്രോട്ട് 990 റുപ്പീസ്. ടിക്ക് ദി കറക്റ്റ് റെപ്രസെന്റേഷൻ ഗിവൺ ബിലോ. അതായത് മക്കളെ, 4ാം ക്ലാസ്സുകാർ കൊണ്ടുവന്നത് 980 രൂപയാണ്. ഓക്കെ, ചുവടെ തന്നതില് ശരിയായതിന് ശരി അടയാളം ഇടുക. ഇതിൽ ഏതാ മക്കളെ 980 എന്ന് പറയുന്നത്? ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണല്ലേ, ലാസ്റ്റത്തതാണ് കറക്റ്റ് ആയിട്ട്. ഓപ്ഷൻ 4ാമത്തത് അല്ലെ, 980, 980. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആക്ടിവിറ്റി 3, ഫൈൻഡ് ദി നമ്പർ. പ്രവർത്തനം 3, സംഖ്യ കണ്ടെത്താം. ലുക്ക് അറ്റ് ദി നമ്പർ പ്ലാൻ പ്രിപ്പയർഡ് ഫോർ ദി മാത്ത് ഫെയർ. അതായത് മക്കളെ, ഗണിതോത്സവത്തിനായിട്ട് ഒരു സംഖ്യാചെടി തയ്യാറാക്കിയതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. Number according to the given clause and write it in the flower pot. Also write the properties of the found number in the flowers. എന്താ മക്കളെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ കുറെ ക്ലൂസ് തന്നിട്ടില്ലേ, കുറെ സൂചനകൾ തന്നിട്ടില്ലേ? അതനുസരിച്ച് സംഖ്യ ഏതാന്ന് കണ്ടെത്തിയിട്ട് ഈ ഫ്ലവർ പോട്ടിൽ, ഈ ചെടിച്ചട്ടിയിൽ എഴുതാനും അതുപോലെ തന്നെ എഴുതിയ സംഖ്യയുടെ പ്രത്യേകതകൾ പൂക്കളിൽ കണ്ടെത്തി എഴുതി പൂർത്തീകരിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം നമ്പർ ഏതാ എന്ന് കണ്ടെത്താം അല്ലെ. ഫസ്റ്റ് ക്ലൂ എന്താണ്? ബിറ്റ്വീൻ 314 ആൻഡ് 316. അതായത് മക്കളെ, 314നും 316നും ഇടയിലുള്ള നമ്പർ ആണ് ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നു. പിന്നെ നമുക്ക് പറയുന്നുണ്ട് മക്കളെ, 300s, 3 നൂറുകളും 1 10ഉം 5 ഒന്നുകളും ചേർന്ന നമ്പറാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏത് നമ്പറാണ്? പോട്ടിലുള്ള നമ്പർ ഏതാ മക്കളെ? ചെടിച്ചട്ടിയിലെ നമ്പർ ഏതാണ്? 315. 315 അല്ലെ, 315 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി 2 കോളം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? പൂർത്തീകരിച്ച് എഴുതണം. ഒന്നുമില്ല മക്കളെ, 315, 315 എന്ന് പറയുന്ന നമ്പറിനെ വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാനാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് എന്തായാലും നമ്മുടെ എക്സാമിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ 3 അക്ക നമ്പർ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട്.
ഓക്കെ അല്ലേ? അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഇതേപോലെ ഒരു 3 നമ്പർ എടുക്കുക, 3 ഡിജിറ്റ് നമ്പർ എടുക്കുക, എന്നിട്ട് മക്കൾ സ്വയം ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, എത്ര ഒന്നുകൾ എത്ര വൺസ് ചേർന്നാലാണ് 315 കിട്ടുക? നമുക്കറിയാം, ഏതൊരു നമ്പർ എടുത്താലും അത്രയും തന്നെ ഒന്നുകൾ എടുത്താലാണ് ആ നമ്പർ കിട്ടുക അല്ലെ. 350 വൺസ്, 315 ഒന്നുകൾ എന്ന് എഴുതാം. ഇനി നോക്കി മക്കളെ, ടെൻസും വൺസും ആണല്ലോ, പത്തുകളും ഒന്നുകളും. എത്ര പത്തുകളും എത്ര ഒന്നുകളാണ് മക്കളെ? നോക്കിക്കേ, 31 10 എടുത്താൽ എത്രയാ മക്കളെ നമ്പർ കിട്ടുക? മിസ് പറഞ്ഞു 31 10 എന്ന് പറയുമ്പോൾ 31 എഴുതുക, അതിന്റെ കൂടെ ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. പ്ലസ് 5 ഒന്നും എടുത്താൽ എത്രയാ മക്കളെ സംഖ്യ? 315 315 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എത്ര ടെൻസ് എടുക്കണം? 31 ടെൻസും എത്ര വൺസ് എടുക്കണം? 5 വൺസും. 31 പത്തുകളും അതുപോലെ 5 ഒന്നുകളും ചേർന്നാൽ എത്ര കിട്ടി നമുക്ക്? 315 എന്ന് കിട്ടി. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 2 നമ്പർ മക്കൾ സ്വയം തന്നെ എഴുതി മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, കംപ്ലീറ്റ് പാറ്റേൺ പൂർത്തിയാക്കാനാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ 3 അക്ക സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് പാറ്റേൺ തരും. പാറ്റേൺ നോക്കിക്കേ മക്കളെ, 210 320 430 അല്ലെ, 210 320 430. അവിടെ അടുത്തത് ഏത് വരും മക്കളെ? എവിടെ ഏത് വരും? ഇവിടെ നോക്കിക്ക്, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. 210ലേക്ക് 110 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 320 കിട്ടുന്നത്. ഇനി 320ലേക്ക് 110 ആഡ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 430 കിട്ടുന്നത്. 430ലേക്ക് 110 ആഡ് ചെയ്യുമ്പോഴാണ് 540 കിട്ടുക. അപ്പൊ നമുക്ക് അടുത്ത നമ്പർ ഏത് കിട്ടും? 540 540. എഗെയിൻ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? 110 ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 650 650 എന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ ഒരു പാറ്റേൺ നിങ്ങൾക്ക് തരുന്ന സമയത്ത് എന്താണ് അതിന്റെ ഇടയിലുള്ള നമ്പേഴ്സുകൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. എന്നിട്ട് അതിനനുസരിച്ച് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. അപ്പൊ ഈ പാറ്റേൺ എങ്ങനെ വരും? 210 320 430 540 650 210 320 430 540 680. ഈ രീതിയിൽ വേണം മക്കള് ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Take the one correctly arranged from smallest to largest. അതായത് മക്കളെ, ചുവടെ തന്നിരിക്കുന്നവയിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ശരിയായി ക്രമീകരിച്ചതിന് ശരിയായ അടയാളം ഇടാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 ഡിജിറ്റ് നമ്പേഴ്സിന് സെറ്റുകളാണ് ഉള്ളത് അല്ലെ. അതിൽ ഏതോ ഒരു സെറ്റ് എന്താണ്? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്ത് പോയിട്ടുള്ളതാണ്. അത് ഏതാന്ന് കണ്ടെത്താനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം അല്ലെ. ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, 600 700 500 800 അല്ലെ. 600 700 500 800. ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്കാണോ? അല്ല അല്ലെ. ഇടയിൽ ചെറിയ നമ്പർ ആയിട്ടുള്ള 500 വരുന്നുണ്ട്. അപ്പൊ അതല്ല, അത് റോങ് ആൻസർ ആണ്. സെക്കൻഡ് വൺ നോക്കിക്കേ മക്കളെ, 214 224 234. ഇവിടെ വന്നപ്പോ എന്താ? 204. അത് ഫസ്റ്റ് വരണ്ടേ മക്കളെ? അതല്ലേ അതിലുള്ള ചെറിയ നമ്പർ. അപ്പൊ അതും അല്ല. നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, 512 520 540 550. അത് ഓക്കെ ആണോ മക്കളെ? 512 520 540 550. ചെറുതിൽ നിന്ന് വലുതിലേക്കല്ലേ. അപ്പൊ ഏതാണ് കറക്റ്റ്? തേർഡ് വൺ ആണ് കറക്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതിൽ ഏതാണ്? മൂന്നാമത്തതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ 3 അക്ക സംഖ്യകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പാർട്ട് 1 ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറെ അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.